എല്ലാ പ്രൈസേ ഒന്നും വെക്കാനൊന്നുമില്ല. എത്ര ദിവസമായി സാധനം കൊണ്ടുവരാൻ പറയുന്നത്. അപ്പുറത്തും ഇപ്പൊ തന്നെ വാങ്ങിയിട്ടാണ് ഇപ്പൊ വെക്കുന്നത്. ഞാനെന്നാ ചെയ്യാമ്മേ? ഞാൻ എത്ര ദിവസമായി ഓരോട് പറയുന്നു. ഇന്നും കൂടി എങ്ങനെയൊക്കെ ഒപ്പിക്കാം. ഇനി എന്നാ ചെയ്യാൻ നടക്കറിയില്ല. എല്ലാ സാധനങ്ങളെല്ലാം തീർന്ന ഇനിയും ഇല്ല, ഒരു സാധനം കൂടി ഇല്ല. ഉപ്പിന്റെ കട്ട വരെ ഇല്ല. നിങ്ങളോട് പറയാന്നല്ലാണ്ടൊന്നും കൊണ്ടുവരാണ്ടെന്നാ ചെയ്യാ ഇപ്പൊ. അച്ഛൻ്റെ അകത്ത് തിന്നാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ കൊറേ ദിവസമായില്ലേ പറ്റിക്കുന്നത്. ഇന്ന് എന്തെങ്കിലും തിന്നാൻ കൊണ്ടു തരണോ? ആ മോളെ ഇന്ന് എന്തായാലും കൊണ്ടുതരും കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ വരുമ്പോൾ കൊണ്ടുതരും. ഞാൻ വരുന്നേ. എപ്പൊ പോകലടക്ക്. നിങ്ങൾ ഇന്ന് വരുമ്പോ ഒന്ന് സാധനം എല്ലാം കൊണ്ടുവരണേ. എത്ര ദിവസമായി അപ്പുറത്തും ഇപ്പുറത്തെല്ലാം വാങ്ങി ഒപ്പിക്കുന്നത്. ഇന്നും കൂടി നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എനിക്ക് അമ്മേന്റെ പറച്ചിൽ കേട്ട് കേട്ട് മതിയായി. ഇല്ലേ പിന്നെ നാളെ മുതൽ എല്ലാവർക്കും ഒപ്പരം പട്ടിണി കിടക്കാം. അതേ രക്ഷയുള്ളൂ. നീ ഒന്ന് അനങ്ങാണ്ട് നിന്നട്ടെ, ഞാൻ വൈകുന്നേരം വരും വാങ്ങാം. റിജു, റിജു. എന്താ മോനെ, ഇന്ന് ബാങ്ക് പോയിട്ടില്ലേ? ഒന്നുമില്ല അമ്മ, ഞാൻ റിജുവിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. ഇതാരിച്ച എന്താട്ടനാ കേറിയിരിക്കറാ? ഒന്നുമില്ല, ഞാൻ റിജുവിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. റിജു ഇല്ലേ ഇവിടെ? റിജു ഏട്ടൻ ഇപ്പാന്ന് പോയിന്. ഒന്നുമില്ല, റിജു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം നല്ല രീതിയിൽ അത് അടച്ചു പോയതാ. ഇപ്പം 2-3 മാസമായിട്ട് മൊത്തം മുടങ്ങിയിട്ടാണ് ഉള്ളത്. അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം വന്നത്. എന്നാന്നൊന്നും അറിയില്ല മോനെ. നല്ല വീടെല്ലാം നോക്കിയ നല്ല മോനെ. ഇപ്പൊ എന്നാന്ന് അതിനൊന്നും പറയാൻ പറ്റൂല. 2-3 മാസം ഇവിടെ വീട്ടിലെ സാധനം വരെ ഇപ്പം കൊണ്ടുവരാനോ ഒന്നുമില്ല. അമ്മ വേറെ ഒന്നുമല്ല, 2-3 മാസം മുടങ്ങിയത് കൊണ്ട് ബാങ്ക് മറ്റു നടപടികളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ വന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ വന്നതാ. അമ്മയൊന്ന് റിജു വന്നിട്ടാകുമ്പോൾ കാര്യമായിട്ട് ഒന്ന് സംസാരിക്കണം. ഞാൻ വരുന്നുണ്ട്. എന്നാല് നമ്മള് കൊറേ ആയി മോനെ പറയുന്നു. എന്നാന്നൊന്നും അറിയില്ല. നിന്റെ ചങ്ങായിയല്ലേ, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ആ ശരിയമ്മേ, ഞാൻ എന്തായാലും അത് കണ്ട് സംസാരിക്കാവുന്നത്. അവിടെ സമയം എത്രയായി? 12:45. ഇയാൾ എല്ലാ ദിവസവും ലോട്ട് എഴുതി മുടിയുന്ന പോലെയുണ്ട്. ഹലോ റോസു, എടാ ഞാൻ നമ്പർ അയച്ചിട്ടുണ്ടേ. കൊടുക്കണേ. 1 മണിക്കെത്തി, പിന്നെ ഉച്ചക്കെത്തി, വൈകുന്നേരത്തിലും കൊടുത്തേ. അത് തരാടാ. അത് ഇന്നത്തെ വന്നിട്ടാകുമ്പോൾ നോക്കി തരാം. ഇന്നത്തെ വരും എന്തായാലും. എനക്ക് തന്നെയാന്ന്. ഇന്ന് വരും, നോക്കാം. ഞാൻ തരും, എന്തായാലും തരും. ഇല്ല വൈകുന്നേരം തരാം. വൈകുന്നേരം കാണാം. റിജു, നീ ഇവിടെ ഇരിക്കുക. എത്ര ദിവസമായി ഫോൺ വിളിച്ചിട്ട് നീ എടുക്കുന്നില്ല? ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ പോയി നിന്നെ കാണാൻ വേണ്ടിയിട്ട്. നിന്നോട് എന്നാ പറയണ്ടേന്ന് അറിയാത്തോണ്ടാ ഞാൻ ഫോൺ എടുക്കാൻ. എടാ റിജു, കാര്യങ്ങളെല്ലാം ഇനി എൻ്റെ കയ്യിൽ നിൽക്കുന്ന പോലെ ഇല്ല. കാരണം ഇനി 2-3 മാസം കൂടി നീ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് പോകും. പിന്നെ എന്നെ കൊണ്ട് നിന്നെ ഒന്നും സഹായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നീ എത്രയും പെട്ടെന്ന് ആ ബാക്കിയുള്ള എമൗണ്ടിലും എത്രയും പെട്ടെന്ന് കുടിശ്ശിക മൊത്തം അടച്ചു തീർക്കണം. എടാ ശാനന്ദേ, എനിക്ക് കുറേ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇന്നത്തോടുകൂടി ആ പ്രശ്നങ്ങൾ തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ റിജു, നീ നോക്കിയിട്ട് 2 ഗഡുവെങ്കിലും അടക്ക്. തൽക്കാലം ബാങ്കിൽ പറഞ്ഞു നിൽക്കാമല്ലോ. എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് കാണാം നമുക്ക്. റിജു.